ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വയനാട് വീഡിയോ പാർട്ട് 3. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുനീശ്വരക്കുന്നിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും 5:10 കറക്റ്റ് 5 മണി വരെ അവിടേക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ക്ലോസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ട് ഇത്രയും ദൂരം ഓടി വന്നിട്ട് അത് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ കിട്ടേണ്ടതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. നല്ല രസമുള്ള പാടം, നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ആനേനെ ഓടിപ്പിക്കാനായിട്ടുള്ള തീയിടുന്നൊക്കെ തിരക്കിലായിരുന്നു. അത് എൻ്റെ ഒന്ന് മിസ്സായിട്ട് ആ ഒരു വീഡിയോ. അപ്പം അങ്ങനെ ഒരു പാലം, അതിൻ്റെ അടിയിൽ കൂടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പം അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി. പിന്നെ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ. അത് നല്ല മൺകലത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കുക്കറിലൊന്നല്ല. അപ്പം അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചുട്ടാ. പിറ്റത്തെ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി അടുത്ത സ്ഥലത്തേക്ക്. ഇത് വേറെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടാ. ഈ ഒരു സ്ഥലം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാടെ വീടാട്ടാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ളൊരു സ്ഥലമാണ്. ഞാൻ ശരിക്കും നീന്തി പഠിച്ചതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ആട്ടാ. പക്ഷെ ഇവിടെ ആരുമില്ല. ഇവിടം വരെ വന്നപ്പോൾ ജസ്റ്റ് ആ വീടൊന്ന് കണ്ടു പോവാന്നാട്ടാ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലേക്ക് എപ്പോൾ വരുന്നതായാലും ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ ആട്ടാ പോവാറ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാന്നാട്ടാ വിചാരിച്ചിട്ടുള്ളത്. അപ്പം നല്ല കുത്തനായിട്ടുള്ള ഒരു ഇറക്കാട്ടെ. ഇത് മീനങ്ങാടിയിൽ നിന്ന് മിൽമയുടെ അവിടെ ആട്ടാ വീട്. അപ്പം നല്ല ഭംഗിയുള്ള കുറേ പുല്ലുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വഴി, ഒരു കാറ് പോകാനായിട്ടുള്ള കറക്റ്റ് ഒരു വഴിയുള്ളൂ കേട്ടോ. ഒരു കാറ് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ കൂടെ ഒന്നും പോവില്ല. അപ്പം ഇതാണ് കേട്ടോ ഒരു വീട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് ചെറുത് മുതലേ വളർന്നതൊക്കെ ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ. ഞാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിറച്ച് റോസാപ്പൂവും പിന്നെ അതുപോലെ ഈ ഒരു പോർഷൻസിൽ ഫുള്ള് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം അവിടെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് ആകെ ഉണങ്ങിയ പോലെ. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. അടുത്ത സ്ഥലത്തേക്കാട്ട പോണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാടെ അടുത്തേക്കാട്ട പോണത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. വണ്ടി പോവില്ല കേട്ടാ. അപ്പം അതേ നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും നിറച്ച് പുല്ലൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ ഒരു പുഴയുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒരു ചെറിയൊരു പാലം പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് കൂടെയൊക്കെ ആട്ടോ പോണത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. എങ്ങാനും വല്ല പാമ്പ് ഉണ്ടാവുമെന്ന്. മമ്മി എപ്പോഴും പറയാറുണ്ട് ഇതിൽ കൂടെ പാല് വാങ്ങിക്കാൻ വരുമ്പോൾ പാമ്പിനെ കണ്ടെന്നൊക്കെ. അപ്പം ആ ഒരു പറച്ചിൽ തന്നെയാണ് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു വഴിക്ക് കൂടെ പോകുമ്പോൾ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഓടാൻ പോലും പറ്റില്ല. കാരണം പുഴയും അങ്ങനെ ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ പടച്ചോനെ വിളിച്ചിട്ട് അങ്ങോട്ട് നടന്ന് നേരട്ടാ. രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ചെറിയൊരു ഭയം ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ കൂടെ നടന്നൊക്കെ പോകുമ്പോൾ. രാത്രിയിലൊക്കെ എങ്ങനെ വന്നാലും പുറത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക്. അപ്പം അങ്ങനെ അതേ അച്ചുമോനാട്ടോ ആദ്യം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വന്ന് പരിചയമുള്ളത് കൊണ്ട് അച്ഛന് വഴിയൊക്കെ അറിയാം. അപ്പം അച്ഛതേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പാലം. പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമൻറ്റ് കെട്ടിയിട്ടുള്ള പാലമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കവുങ്ങില്ലേ അതിൻ്റെ ആ ഒരു തടി വെച്ചിട്ടുള്ള ഒരു 4-5 എണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു പാലാട്ടാ. പിന്നെ നമുക്ക് പിടിക്കാനായിട്ട് വലിയൊരു മുള വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ചു ഭയങ്കര കൂളായിട്ട് പോകുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ സാഹസങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അവർ പോയിട്ടാ. പിന്നീട് ആമീനെയും കൊണ്ട് തുത്തുമാമയാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ആമീനെയും കൂടെ പിടിച്ചിട്ട് പോവാൻ പേടിയാണ്. അപ്പം അതുകൊണ്ട് അവൻ ആമീനെ എടുത്തിട്ട് പോയി. ഞാൻ അതിൻ്റെ പിന്നിലാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് അച്ഛൻ നിന്നിട്ട് ഇങ്ങനെ കുലുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിട്ട് എങ്ങാനും വീണ് കഴിഞ്ഞാൽ നീന്താൻ അറിയില്ല. പട്ടി വെള്ളത്തിൽ വീണ ആ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ എൻ്റെ ഫോണും വെള്ളത്തിൽ പോവും. അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അപ്പുറത്തേക്ക് എത്തിയിട്ടാണ്. ഒരു പ്രാവശ്യം കടന്നപ്പോൾ പിന്നെ പേടിയൊന്നുമില്ല. നമുക്ക് എങ്ങനെ ആയാലും എത്തിപ്പെടാൻ പറ്റും. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. കാലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവർ നിൽക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പാലിറങ്ങി കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ കുറേയും കൂടെ നടക്കാനുണ്ട് കേട്ടാ. ഇനി നടക്കുന്നത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കണ്ടിട്ടാട്ടാ. റബ്ബറും തോട്ടമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കാപ്പിക്കുരുണ്ട്, കൊക്കോ, ഈ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാട്ടാ ഈ ഒരു പരിസരത്ത്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് എത്താൻ. പിന്നെ ഒരു കുന്ന് പോലത്തെ സ്ഥലത്തേക്കാട്ടാ നമുക്ക് പോകേണ്ടത്. അപ്പം ഇതുപോലത്തെ ഒക്കെ വഴിയുടെ ഇടയിൽ കൂടെയാണ്. അപ്പം നമ്മളിങ്ങനെ കൊക്കോയൊക്കെ ആമിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഏട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അവളെ എടുക്കണം കേട്ടാ. വേഗം കാല് കടയും.
പിന്നെ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി എനിക്ക് കാളരാത്രി എന്നൊക്കെ പറയാ. ഈ ഒരു കാല് ഞെക്കിക്കൊണ്ട് ഞാൻ ഇരിക്കണം. അപ്പം അത് കാരണം കുറച്ച് ഞാൻ എടുക്കും, പിന്നെ വീണ്ടും നടത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുറേ ദൂരം നടന്ന് അവസാനം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടാ. അപ്പം നമ്മൾ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിങ്ങോട്ട് വരും എന്നുള്ളത്. വയനാട്ടിലെത്തി എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ അടുത്തേക്ക് ഇന്ന് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പം അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും അച്ചു ആമി മമ്മിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും മമ്മിയുടെ പച്ചക്കറി വെച്ചിട്ടുള്ള എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കപ്പല്ലേ കൊള്ളി, അതിൻ്റെ ആ ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നപ്പോൾ ഞാനിരുന്ന് കഴിക്കട്ടോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. നമ്മൾ മിക്കതും ഈ ഇറച്ചിയും മീനും അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാലാണ് തനി നാടൻ ഐറ്റംസുകളൊക്കെ കിട്ടുക കേട്ടോ. അപ്പം ഇതാണ് മമ്മിയുടെ വീട്. ഒരു കുഞ്ഞിത് മേലെ ഷീറ്റ് വെച്ച് സൈഡിലൊക്കെ പലക വെച്ചിട്ടുള്ള വീടാട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ മമ്മിക്ക് പിള്ളേരെ കണ്ടപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ളതും എന്താണ് വേണ്ടത് അങ്ങനെ ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് മമ്മിയുടെ കുഞ്ഞ് വീട്. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുക്കി പറക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാട്ടോ. പ്രത്യേകിച്ച് ഒരു കുന്നുംപുറം പോലത്തെ സ്ഥലമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി പറയുന്ന അത്രയ്ക്ക് നല്ല തണുപ്പാണ് എന്നുള്ളത്. ഫാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. എല്ലാ ഭാഗത്തുനിന്നും തണുപ്പ് കയറുന്നതാട്ടോ. അപ്പം നമ്മളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ബാക്ക് സൈഡിൽ മമ്മിയുടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് മമ്മിയുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് നമ്മൾ പോകാനിറങ്ങി. അപ്പോൾ പോണ സമയത്ത് മമ്മിക്ക് ഭയങ്കര ആട്ടോ. അപ്പം നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ട് നമ്മൾ പോണതും നോക്കിയിട്ട് മമ്മി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.